എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് S6 ഫൈനൽ ഇയർ BSc ഫിസിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ യൂണിറ്റ് 6 സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള സെക്ഷനിൽ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി, അതിലെ കുറേ എഫക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് BCS തിയറി, ജോസഫ്സൺ എഫക്റ്റ്, അങ്ങനെ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അപ്പോൾ നമുക്ക് ആദ്യം സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അലോ ചെയ്യുന്ന ആൾക്കാരെ കണ്ടക്ടേഴ്സ് എന്നും അലോ ചെയ്യാത്ത ആൾക്കാരെ ഇൻസുലേറ്റേഴ്സ് എന്നും പാർഷ്യൽ കണ്ടക്ടൻസ് കാണിക്കുന്ന ആൾക്കാരെ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുവരെയുള്ള അന്നത്തെ അത്രയും ആ പഴയ കാലത്തെ കൺസിഡറേഷൻസിൽ അവർ പറഞ്ഞിരുന്നത് കണ്ടക്ടേഴ്സിൽ ഒരിക്കലും റെസിസ്റ്റൻസ് സീറോ ആകില്ല. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഫ്രീ ഇലക്ട്രോൺസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ഇലക്ട്രോൺസുമായിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട്. അപ്പോൾ കൊളീഷൻസ് ഉണ്ട്. അതാണ് റെസിസ്റ്റൻസിൻ്റെ കാരണം. അപ്പം റെസിസ്റ്റൻസ് ഒരിക്കലും സീറോ ആയില്ല. ദാറ്റ് മീൻസ് വെരി ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഒരിക്കലും മറ്റൊരു ഇലക്ട്രോണിട്ട് കൊളീഡ് ചെയ്യാതെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്, ഇമ്പോസിബിൾ ആണെന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. പിന്നീടാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള സെക്ഷൻ വന്നത്. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. 1911 കാമർലിംഗ് വൺസ് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൽ പ്യുവർ മെർക്കുറിയുടെ റെസിസ്റ്റിവിറ്റി കണ്ടെത്തുന്ന എക്സ്പെരിമെൻറ്റിൽ 4.2 കെൽവിനിൽ അദ്ദേഹത്തിന് മെർക്കുറിയുടെ റെസിസ്റ്റിവിറ്റി 0 ആണെന്ന് കണ്ടെത്താൻ സാധിച്ചു. റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിൽ മനസ്സിലാക്കിയത് ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പം അതിൻ്റെ റെസിസ്റ്റിവിറ്റിയും കുറഞ്ഞ് ഫൈനലി ഒരു പോയിൻ്റ് എത്തിയപ്പം ഡയറക്റ്റ്ലി ഇറ്റ് കംസ് ടു 0 അറ്റ് 4.2 കെൽവിൻ. ദാറ്റ് മീൻസ് ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെർക്കുറി മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോയി. സാധാരണ നമ്മൾ കണ്ടുവരുന്ന കണ്ടീഷൻസിലെല്ലാം റെസിസ്റ്റൻസ് അവിടെ കാണും, നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് എങ്കിലും കാണും, ശരിയല്ലേ? പക്ഷേ 4.2 കെൽവിനിൽ റെസിസ്റ്റിവിറ്റി കംപ്ലീറ്റ്ലി കംസ് ടു 0. അത് പിന്നീടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തതും മനസ്സിലാക്കിയതും. ഈ ഒരു സ്റ്റേറ്റിനെ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. റെസിസ്റ്റിവിറ്റി 0 ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ്? മെറ്റീരിയൽസ് വിച്ച് ആർ ഹാവിങ് റെസിസ്റ്റിവിറ്റി 0 എന്ന് നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സെക്ഷനാണ് ഈ പറഞ്ഞേക്കുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പം ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റി ഡ്രോപ്സ് ടു 0 എന്നുള്ള കണ്ടീഷനാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി നമുക്ക് ഇനി അടുത്ത ഒരു കണ്ടീഷനിലിട്ട് നോക്കാം. സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ തന്നെ നമ്മളൊരു മെറ്റീരിയലിനെ കൺസിഡർ ദിസ് ആസ് എ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ കണ്ടക്ടറിനെ ഞാനൊരു ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിന്നാണ്, ആ ടെമ്പറേച്ചറിൽ നിന്ന് ഞാൻ ആ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നു ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയപ്പോൾ ദിസ് കണ്ടക്ടർ ബിക്കംസ് എ സൂപ്പർ കണ്ടക്ടർ. ഇത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറിയെന്നിരിക്കട്ടെ. ഇനീഷ്യലി ഒരു ടെമ്പറേച്ചറിൽ അത് കണ്ടക്ടറായിരുന്നു. ടെമ്പറേച്ചർ ഞാൻ കുറച്ച് കൊണ്ടുവന്നപ്പോൾ, ഡിക്രീസ് ചെയ്ത് കൊണ്ടുവന്നു, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയപ്പോൾ കണ്ടക്ടർ എന്തായിട്ട് മാറി? സൂപ്പർ കണ്ടക്ടറായിട്ട് മാറി. ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ട്രാൻസിഷൻ മീൻസ് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്തു. അപ്പം ഇത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? അതർവൈസ് വി കോൾ ഇറ്റ് ആസ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. എന്താണ് ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ? The temperature at which a conductor changes to superconductor. We call it as the transition or critical temperature. അപ്പോൾ 2 പോയിന്റുകൾ കിട്ടി. സൂപ്പർ കണ്ടക്ടിവിറ്റി മീൻസ് റെസിസ്റ്റിവിറ്റി 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ മീൻസ് കണ്ടക്ടറിൽ നിന്നും സൂപ്പർ കണ്ടക്ടറിലോട്ട് ഏത് ടെമ്പറേച്ചറിലാണോ അത് ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്, ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ 2 പോയിന്റുകൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. അപ്പോൾ കുറേ നാളത്തെ എക്സ്പെരിമെൻറ്റ് വീണ്ടും ഫർദറായിട്ട് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിയെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടെമ്പറേച്ചറിനെ മാത്രമല്ല സൂപ്പർ കണ്ടക്ടിവിറ്റി ബാധിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിനെ കൂടി ബാധിക്കുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് കൊണ്ടുവന്നു ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ ഞാനൊരു മെറ്റീരിയലിനെ പ്ലേസ് ചെയ്തു. ഈ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ലെസ് ദാൻ ദി ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആയിരിക്കട്ടെ. അതായത് ടെമ്പറേച്ചർ സ്കെയിൽസിൽ നമ്മൾ നോക്കുമ്പം ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇവിടെയാണ്,
ടെമ്പറേച്ചർ ഞാൻ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇവിടെ നിന്നും കണ്ടക്ടർ എന്നുള്ളത് സൂപ്പർ കണ്ടക്ടിവിറ്റി ആയി. പിന്നീട് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നാലും അത് ഏത് ഫോമിൽ തന്നെ സൂപ്പർ കണ്ടക്ടേഴ്സാണ്. ഇവിടെ അത് കണ്ടക്ടർ ആണെങ്കിൽ ഇവിടെ അത് സൂപ്പർ കണ്ടക്ടറാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഫർദറായിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും തോറും അത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള സ്റ്റേജിൽ തന്നെയാണ്. അപ്പം പിന്നീട് അവർ ഈ ഒരു സ്റ്റേജിൽ മറ്റേതെങ്കിലും ഫാക്ടേഴ്സ് അവിടെ ഡിപ്പെൻഡ് ചെയ്തെന്ന് അവർ മനസ്സിലാക്കി. അവർക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് ഇവിടെ ഇവൻ ദോ ടെമ്പറേച്ചർ ലെസ് ദാൻ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും ഞാനിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് എന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസിഷൻ ടെമ്പറേച്ചറിലേക്ക്, അതായത് ടി ലെസ് ദാൻ ഇത് ഈ ഒരു പോയിന്റിൽ ടി ലെസ് ദാൻ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആയിരിക്കും. ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറാണ്. ഇവിടെ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഓരോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ മാഗ്നറ്റിക് ഫീൽഡ് പറയാണ് 0.1 ടെസ്ല 0.2 ടെസ്ല എന്നിങ്ങനെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് വരെ കുഴപ്പമില്ല. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വിളിച്ചു. അതിനുശേഷം ഞാൻ ഫർദറായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻസ്? ഈവൻ ദോ അത് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് പോലും ഇത് ഞാൻ കൂട്ടിയപ്പോൾ ഏത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻസ്? ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നിന്ന് മാറി കണ്ടക്ടറായിട്ട് മാറി. സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നിന്നും കണ്ടക്ടറായിട്ട് മാറി. അപ്പം എന്ത് മാത്രമല്ല, ടെമ്പറേച്ചർ മാത്രമല്ല, എന്തിനേയും ബാധിക്കും? യെസ്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കൂടി അത് ബാധിക്കും. അപ്പം ആ ഒരു കാര്യം കൂടെ ഒരു സ്റ്റെപ്പായിട്ട് ഓർത്തിരിക്കുക. എന്തിനെയൊക്കെ സൂപ്പർ കണ്ടക്ടേഴ്സ് ബാധിക്കുന്നുണ്ട്? സൂപ്പർ കണ്ടക്ടേഴ്സിനെ അതിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓൾസോ ദ മാഗ്നറ്റിക് ഫീൽഡിനെ കൂടി ഡിപ്പെൻഡ്. അപ്പം 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. Resistivity drops to 0 means superconductivity. The temperature at which conductor changes to a transform to superconductivity. Superconductors are called transition temperature or critical temperature. മൂന്നാമത്തെ പോയിന്റ്, സൂപ്പർ കണ്ടക്ടേഴ്സിനെ ബാധിക്കുന്നത് ടെമ്പറേച്ചർ മാത്രമല്ല, മാഗ്നറ്റിക് ഫീൽഡ് കൂടിയുണ്ട്. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വി കോൾ ഇറ്റ് ആസ് ദി മെയ്സ്നർ എഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് മെയ്സ്നർ എഫക്റ്റ്. എന്താണ് മെയ്സ്നർ എഫക്റ്റ് നമുക്ക് നോക്കാം. അതായത് ഒരു കണ്ടക്ടർ, നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ഈ കണ്ടക്ടർ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ദി ട്രാൻസിഷൻ ടെമ്പറേച്ചറാണ്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഒരു കണ്ടീഷനിൽ ഇത് കണ്ടക്ടറായിട്ടാണ് ബിഹേവ് ചെയ്യുക, ശരിയല്ലേ? അപ്പോൾ ഇതിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിലൂടെ കടന്നു പോകും, ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലൂടെ കടന്നു പോകും. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ദീസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ പാസ് ത്രൂ ഇറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിലൂടെ പാസ് ചെയ്തു പോകും. കാരണം അത് കണ്ടക്ടറാണ്, കണ്ടക്ടറിലൂടെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തു പോകും. ഇനി ഞാൻ ടെമ്പറേച്ചർ ലെസ് ചെയ്തു, ടെമ്പറേച്ചർ ലെസ് ദാൻ ദി ട്രാൻസിഷൻ ടെമ്പറേച്ചർ, കൂടാതെ ഫീൽഡും ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ ഫീൽഡായി. അപ്പോൾ ഈ കണ്ടക്ടർ എന്തായിട്ട് മാറും? ദിസ് കണ്ടക്ടർ വിൽ ചേഞ്ചസ് ടു എ സൂപ്പർ കണ്ടക്ടർ. ഇതെന്തായിട്ട് മാറി? ഒരു സൂപ്പർ കണ്ടക്ടറായിട്ട് മാറി. ശ്രദ്ധിച്ചോ, ഇതൊരു സൂപ്പർ കണ്ടക്ടറായിട്ട് മാറിയാൽ സഡൻലി നമ്മൾ ആ പറഞ്ഞ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സഡൻലി എന്ത് സംഭവിക്കും? ഇവിടെ നിന്നും ആ ഫീൽഡ് ലൈൻസ് എക്സ്പെൽ ചെയ്യാൻ തുടങ്ങും, അവിടെ നിന്നും അകന്നു പോകാൻ തുടങ്ങും. ഫീൽഡ് ലൈൻസ് വിൽ എക്സ്പെൽ ഔട്ട് ഫ്രം ഇറ്റ്. അവിടെ നിന്നും ആ ഫീൽഡ് ലൈൻസ് അകന്നു പോകും. ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് മെയ്സ്നർ എഫക്റ്റ്. എന്താണ് മെയ്സ്നർ എഫക്റ്റ്? എളുപ്പമാണ്. യൂട്യൂബിൽ ഒത്തിരിയും വീഡിയോസ് നിങ്ങൾക്ക് മെയ്സ്നർ എഫക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. രസകരമായ ഒരു വീഡിയോസ് ആയിരിക്കും അത്. അപ്പം എന്താണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? കണ്ടക്ടറിലൂടെ ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്ത് പോകുന്നുണ്ട്, എന്നാൽ അത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറിയാൽ വാട്ട് ഹാപ്പൻസ്? ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഇന്ത്യയിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ പ്രോപ്പറായിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ സഡൻ എക്സ്പെൽഷൻ ഓഫ്, എപ്പോൾ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറുന്നോ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഫീൽഡ് ലൈൻസ് അതിൽ നിന്നും അകന്നു പോകും. ദ സഡൻ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്രം ദ ഇന്റീരിയർ ഓഫ് എ സൂപ്പർ കണ്ടക്ടിങ് സ്പെസിമെൻ വി കോൾ ഇറ്റ് ആസ് മെയ്സ്നർ എഫക്റ്റ്. അപ്പം ഡെഫിനിഷൻ നല്ല വൃത്തിയായിട്ട് ഓർത്തിരിക്കുക. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? The sudden expulsion of magnetic field lines from the interior of a superconducting specimen, we call it as the Meissner effect. Meissner effect. അപ്പോൾ എന്താ Meissner effect? പെട്ടെന്നുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എക്സ്പൾഷൻ ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദി സൂപ്പർ കണ്ടക്ടിങ് സ്പെസിമെൻ വി കോൾ ഇറ്റ് ആസ് മെയ്സ്നർ എഫക്റ്റ്. അപ്പം മെയ്സ്നർ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷനാണ് മെയ്സ്നർ എഫക്റ്റ്. മെയ്സ്നർ എഫക്റ്റിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാം.
ഡ്യൂ ടു ഇൻഡക്ഷൻ കണ്ടീഷനിൽ ബി ഈസ് ഈക്വൽ ടു μ0 ടൈംസ് എച്ച് പ്ലസ് എം എന്നുള്ള ഇക്വേഷനിൽ സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ ഫീൽഡ് ലൈൻസ് ഉണ്ടോ? ഇല്ല, കടന്നു പോകുന്നില്ല. സഡൻ എക്സ്പെൽഷനാണ്, ഫീൽഡ് ലൈൻസ് അവിടെ ഇല്ല. ഫീൽഡ് ലൈൻസ് ഇല്ല മീൻസ് ബി ഈക്വൽ ടു 0 ആണ്. ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? 0 ഈസ് ഈക്വൽ ടു μ0 ടൈംസ് എച്ച് പ്ലസ് എം. എന്താണ് എച്ചും എന്താണ് എം? μ0 ഈസ് ദി പെർമിയബിലിറ്റി വാല്യൂ, അതൊരിക്കലും 0 ആവത്തില്ല. എച്ച് ഈസ് ദി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, എത്രയാണ് അവിടുത്തെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്നുള്ളതാണ്. പുറമേ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണത്. എം ഈസ് ദ മാഗ്നറ്റൈസേഷൻ, എത്രമാത്രം മാഗ്നറ്റൈസേഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ഒരു വാല്യൂ ഒരിക്കൽ ദിസ് ഈസ് 0 മീൻസ് ഏതർ ദിസ് വിൽ ബി 0 അല്ലെങ്കിൽ എച്ച് പ്ലസ് എം 0 ആണ്. ഇതൊരിക്കലും 0 ആവില്ല. ദാറ്റ് മീൻസ് എച്ച് പ്ലസ് എം ക്യാൻ ബി 0. ദാറ്റ് മീൻസ് ഞാൻ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് എം ബൈ എച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എം ബൈ എച്ച് ഈക്വൽ ടു 1 ഇപ്പുറത്ത് പോയാൽ -1. എം ബൈ എച്ചിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റേഷൻ കൈ ഈസ് ഈക്വൽ ടു -1 എന്നുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടി. കൈ ഈക്വൽ ടു -1 എന്നുള്ളത് എത്തരത്തിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിരിക്കും? നമുക്കറിയാം അതൊരു ഡയാമാഗ്നറ്റാണ്. അപ്പം സൂപ്പർ കണ്ടക്ടേഴ്സ് ഏത് കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണെന്ന് കൂടെ മനസ്സിലാക്കാൻ നമുക്ക് ഇറ്റ് വിൽ ബി എ പ്യുവർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം ഈ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് യു മീൻ ബൈ മേസൺ എഫക്റ്റ്. എന്താണ് മേസൺ എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സഡൻ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് എ സൂപ്പർ കണ്ടക്ടിങ് സ്പെസിമെൻ. അതായത് കണ്ടക്ടറായിട്ടിരുന്നപ്പോൾ അതിലൂടെ ഫീൽഡ് ലൈൻസ് കടന്നുപോയി. എന്നാൽ അത് നമ്മൾ അനുയോജ്യമായ രീതിയിലുള്ള ടെമ്പറേച്ചർ കൊടുത്തു. ടെമ്പറേച്ചർ ലെസ് ദാൻ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആൻഡ് ദ മാഗ് ഫീൽഡ് ഈസ് ലെസ് ദാൻ ദ ക്രിറ്റിക്കൽ മാഗ് ഫീൽഡ്. വാട്ട് ഹാപ്പൻസ്? ഈ കണ്ടക്ടർ സൂപ്പർ കണ്ടക്ടറായിട്ട് മാറി. ഉടനെ തന്നെ ഫീൽഡ് ലൈൻസ് അവിടെ നിന്നും അകന്നുപോയി. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് മേസൺ എഫക്റ്റ്. അതിൻ്റെ കണ്ടീഷനിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി. The magnetic susceptibility value is -1. That means it will be a perfect diamagnet. Magnetic susceptibility value -1 വരുന്നതെന്ന് വെച്ചാൽ it will be a perfect diamagnet. ഓർത്തിരിക്കാമല്ലോ, എളുപ്പമല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്? ഏതൊക്കെയാണ് 2 തരത്തിലുള്ള സൂപ്പർ കണ്ടക്ടേഴ്സ്? ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. നിങ്ങൾ മൊഡ്യൂൾസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. എന്താണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, എന്താണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്? അപ്പോൾ ഓർത്തിരിക്കാം. ആദ്യം എന്താണ് ടൈപ്പ് 1 എന്നുള്ള ഓർത്തിരിക്കാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യും. ഗ്രാഫ് വെക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാഗ്നറ്റൈസേഷൻ വേഴ്സസ് ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി വെച്ചിട്ടുള്ള ഗ്രാഫിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ലെസ് ദാൻ ടെമ്പറേച്ചർ ലെസ് ദാൻ ദി ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലെസ് ദാൻ ദി ക്രിറ്റിക്കൽ മാഗ് ഫീൽഡ്. HC എന്നുള്ളതാണ് നമ്മുടെ ക്രിറ്റിക്കൽ മാഗ് ഫീൽഡ് എന്ന് വിചാരിക്കുക. അപ്പം ഒരു ക്രിറ്റിക്കൽ മാഗ് ഫീൽഡ് വരെ, ഒരു ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വരെ, ഇതാണ് ഞാൻ ക്രിറ്റിക്കൽ മാഗ് ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. HC ക്രിറ്റിക്കൽ മാഗ് ഫീൽഡ്. ഈ ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വരെ അത് ഒരു സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. ഇത്രയും ഭാഗത്ത് ഇവിടം വരെ അത് സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും. ഇവിടം വരെ അത് സൂപ്പർ കണ്ടക്ടർ. ഇതിന് ശേഷം ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് നോർമൽ സ്റ്റേറ്റ്. ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് 1 അഥവാ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. നമ്മുടെ അലൂമിനിയം ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഓർത്തിരിക്കാം എന്താണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയാം? ഇറ്റ് ഹാസ് ഓൺലി 1 ക്രിറ്റിക്കൽ ഫീൽഡ്. ഒറ്റ ഒരു ക്രിറ്റിക്കൽ ഫീൽഡേ ഉള്ളൂ. ആ ക്രിറ്റിക്കൽ ഫീൽഡിനേക്കാളും കുറഞ്ഞ ഫീൽഡുകളിൽ വാട്ട് ഹാപ്പൻസ് അത് സൂപ്പർ കണ്ടക്ടറായിട്ടും, ആ ഫീൽഡിനേക്കാളും കൂടിയത് നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്താ? ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. ടെമ്പറേച്ചറിനെ മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡിനെ കൂടി ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കാം ടൈപ്പ് 1ൻ്റെ പ്രത്യേകത ഒരു ക്രിറ്റിക്കൽ ഫീൽഡേ ഉള്ളൂ. ആ ഫീൽഡിനേക്കാളും കുറഞ്ഞ ഫീൽഡിൽ അത് സൂപ്പർ കണ്ടക്ടറായിട്ട് തന്നെ ബിഹേവ് ചെയ്യും. ഫീൽഡ് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് അത് നോർമൽ സ്റ്റേറ്റിലോട്ട് മാറും, സാധാരണ കണ്ടക്ടറായിട്ട് മാറും. ദീസ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആർ കാൾഡ് ടൈപ്പ് 1 അഥവാ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അലൂമിനിയം ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ കേസ് ടൈപ്പ് 2 ടൈപ്പ് 2
സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇനി വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. എന്താണ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത? ഇവിടെ ഇതേപോലെ തന്നെ ഗ്രാഫിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് പറയാം. ഇവിടെ 2 ഫീൽഡുകൾ കാണും. അതായത് ഫസ്റ്റ് ഫീൽഡ് ഞാൻ HC1 എന്ന് പറയാം, ക്രിട്ടിക്കൽ ഫീൽഡ്, ദ ഫസ്റ്റ് ക്രിട്ടിക്കൽ ഫീൽഡ്, അല്ലെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് വിളിക്കും. ഈ ലോവർ ക്രിട്ടിക്കൽ ഫീൽഡ് വരെ ഇതൊരു സാധാരണ സൂപ്പർ കണ്ടക്ടറായിട്ട് തന്നെ ഇത് ബിഹേവ് ചെയ്യും. ഇവിടം വരെ അത് സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും, ഫസ്റ്റ് ക്രിട്ടിക്കൽ ഫീൽഡ് വരെ. അതിനുശേഷം വീണ്ടും നമ്മൾ ഫർദറായിട്ട്, ഇപ്പം ഇൻ ബിറ്റ്വീൻ ആണ് എൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ്, അതിന് ശേഷം ഒരു അപ്പർ ക്രിട്ടിക്കൽ ഫീൽഡും ഉണ്ട്, അതിന് HC2 എന്ന് വിളിച്ചു. HC1, HC, HC2. ഈ HC2 വരെ, HC2യുടെ കണ്ടീഷൻ. അപ്പം ഇത്രയും ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഇത്രയും കണ്ടീഷൻസ് നമുക്കൊന്നും കൂടെ നോക്കാം. ഇത്രയും ഭാഗം ഇവിടെ വരെയുള്ള കണ്ടീഷൻസിൽ ഇതൊരു മിക്സഡ് സ്റ്റേറ്റിലായിരുന്നു. ഇതൊരു മിക്സഡ് സ്റ്റേറ്റ് അഥവാ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വോർട്ടെക്സ് റീജിയൻ. വെർട്ടെക്സ് അല്ല, വോർട്ടെക്സ് തന്നെ മനസ്സിലാക്കുക, VORTEX, വോർട്ടെക്സ് റീജിയൻ. അപ്പം ഈ വോർട്ടെക്സ് റീജിയൻ്റെ പ്രത്യേകത, ഇത് ഇവിടെ സൂപ്പർ കണ്ടക്ടർ ആണോ അതോ കണ്ടക്ടർ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ വെദർ ഇറ്റ് ഈസ് സൂപ്പർ കണ്ടക്ടർ ഓർ കണ്ടക്ടർ. ആ ഒരു പ്രത്യേക ഒരു മിക്സഡ് സ്റ്റേറ്റിലായിരിക്കും. അതിനെയാണ് വോർട്ടെക്സ് റീജിയൻ. എവിടെ? ഇൻ ബിറ്റ്വീൻ ഈ ലോവർ ആൻഡ് അപ്പർ ക്രിട്ടിക്കൽ ഫീൽഡ്. അതിനുശേഷം അതെന്തായിട്ട് മാറി? ഇറ്റ് ബിക്കംസ് എ നോർമൽ സ്റ്റേറ്റ്. അപ്പം ഇവിടുത്തെ പ്രത്യേകത, ടൈപ്പ് 2ൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഹാസ് 2 ക്രിട്ടിക്കൽ ഫീൽഡ്, 2 ക്രിട്ടിക്കൽ ഫീൽഡുണ്ട്. ലോവർ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാളും കുറഞ്ഞ ഫീൽഡിൽ ഇവിടെയും ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും ഓർത്തിരിക്കുക. ടെമ്പറേച്ചർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മാക്സ് ഫീൽഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ലോവർ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാളും കുറഞ്ഞ ഫീൽഡിൽ സൂപ്പർ കണ്ടക്ടറായിട്ട് തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക. ലോവറിനും അപ്പറിനും ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും? ഒരു മിക്സഡ് സ്റ്റേറ്റ് ആയിരിക്കും. വി കോൾ ഇറ്റ് ആസ് എ വോർട്ടെക്സ് റീജിയൻ. വീണ്ടും ഫർദറായിട്ട് നമ്മൾ മാക്സ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അപ്പറിനേക്കാളും കൂടുതലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ബിക്കംസ് നോർമൽ സ്റ്റേറ്റ്. ഇറ്റ് ബിക്കംസ് ദി നോർമൽ സ്റ്റേറ്റ്. അപ്പം ദീസ് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് വി കോൾ ഇറ്റ് ആസ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ജെർമേനിയം, നയോബിയം, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഓർത്തിരിക്കാം. വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം ടൈപ്പ് 1 സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആൻഡ് ടൈപ്പ് 2 ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് പോയിന്റ് വൈസ് മനസ്സിലാക്കാം. ടൈപ്പ് 1 സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് ഓൺലി 1 ക്രിട്ടിക്കൽ ഫീൽഡ്. ലെസ് ദാൻ ദാറ്റ് ക്രിട്ടിക്കൽ ഫീൽഡ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് സൂപ്പർ കണ്ടക്ടർ. പ്യുവർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, കംപ്ലീറ്റ് മേസ്നർ എഫക്റ്റ് ഷോ ചെയ്യും. ഗ്രേറ്റർ ദാൻ ദാറ്റ് ക്രിട്ടിക്കൽ ഫീൽഡ് വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ചേഞ്ചസ് ടു ഇറ്റ്സ് നോർമൽ സ്റ്റേറ്റ്. അത് കണ്ടക്ടറായിട്ട് മാറി. ദെൻ ഹിയർ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ഓർ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത, അപ് ടു ദ ലോവർ ക്രിട്ടിക്കൽ ഫീൽഡ് ഇറ്റ് ബിക്കംസ് എ സൂപ്പർ കണ്ടക്ടർ. കംപ്ലീറ്റ് മേസണർ എഫക്റ്റ് ഇവിടെ ഷോ ചെയ്യും. പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ലോവർ ആൻഡ് അപ്പർ ക്രിട്ടിക്കൽ ഫീൽഡ് ഇറ്റ് വിൽ ബി ഇൻ എ മിക്സഡ് സ്റ്റേറ്റ്. വി കോൾ ഇറ്റ് ആസ് വോർട്ടെക്സ് റീജിയൻ. അതിനുശേഷം അത് നോർമൽ സ്റ്റേറ്റിലോട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടൈപ്പ് 1ലും ടൈപ്പ് 2ലും ഓർത്തിരിക്കുക. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിലും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, നമ്മുടെ BCS തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് BCS തിയറി എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കണം. BCS തിയറി മനസ്സിലാക്കണം. ഇപ്പോൾ ഓർത്തിരിക്കാം, സൂപ്പർ കണ്ടക്ടേഴ്സിൽ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ ഇത് സാധിക്കുന്നു? ഇലക്ട്രോൺസിന് റെസിസ്റ്റിവിറ്റി 0 ആകുന്നുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, അത് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്തു. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയണം. അതിനൊരു തിയറി വേണം. 1957 ബാർഡൻ, കൂപ്പർ, ഷിഫർ ഇങ്ങനെ 3 പേര് ചേർന്ന് ഒരു തിയറി രൂപപ്പെടുത്തി. ഒരു മൈക്രോസ്കോപ്പിക് തിയറി ബിഹൈൻഡ് ദ സൂപ്പർ കണ്ടക്ടിവിറ്റി രൂപപ്പെടുത്തി. ആ തിയറിയിൽ പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണം സൂപ്പർ ഫ്ലൂയിഡുകളാണ്, അല്ലെങ്കിൽ കൂപ്പർ പെയറുകളാണ്. സൂപ്പർ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ കൂപ്പർ പെയറുകൾ തന്നെയാണ്. ഈ കൂപ്പർ പെയറുകൾ രൂപപ്പെടുന്നതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണം. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് എങ്ങനെ ഈ കൂപ്പർ പെയറുകൾ രൂപപ്പെടുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണമാകുന്നു. അതിനാണ് BCS തിയറി എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് BCS തിയറി? ഓക്കെ, നമുക്കപ്പോൾ BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യും. വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താണ് BCS തിയറി? ഇറ്റ് ഈസ് ദ മൈക്രോസ്കോപ്പിക് തിയറി
മൈക്രോസ്കോപ്പിക് എക്സ്പ്ലനേഷൻ ഫോർ സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെന്തോ BCS തിയറി. അപ്പോൾ ഈ BCS തിയറിയിൽ പറഞ്ഞേക്കുന്നത് കൺസിഡർ എ പോസിറ്റീവ് ലാറ്റിസ്. നമ്മളൊരു പോസിറ്റീവ് അയൺ ലാറ്റിസ് കൺസിഡർ ചെയ്യാം. പോസിറ്റീവ് അയൺ ലാറ്റിസ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ പോസിറ്റീവ് അയൺ ലാറ്റിസിലൂടെ ഒരു ഇലക്ട്രോൺ കടന്നു പോകുന്നിരിക്കട്ടെ. ഈ പോസിറ്റീവ് അയൺ ലാറ്റിസിലൂടെ ഒരു ഇലക്ട്രോൺ കടന്നു പോകുന്നു. ഇലക്ട്രോൺ ഇവിടെ നിന്ന് വന്നു, ഇവിടെ എത്തി എന്ന് വിചാരിക്കാം. ഇവിടെ എത്തി. ഇലക്ട്രോൺസ് ഇതിലൂടെ മൂവ് ചെയ്ത് പോവുകയാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ മൂവ് ചെയ്തിട്ട് അത് സെൻറ്ററിൽ എത്തിക്കഴിയുക, സെൻറ്റർ എന്നല്ല ഞാൻ പറയുന്നത്, പോസിറ്റീവ് ലാറ്റിസിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ലാറ്റിസിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? എല്ലാവരും കൂടെ ചേർന്ന് പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഇറ്റ് സ്റ്റാർട്സ് ടു അട്രാക്ട്. നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? ദേ സ്റ്റാർട്സ് ടു അട്രാക്ട്. അപ്പം ഇലക്ട്രോണിനെ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ശരിയല്ലേ? അപ്പം ഇവിടെ ഈ ലാറ്റിസും ഇലക്ട്രോണും തമ്മിലൊരു ഇൻട്രാക്ഷൻ ആണ് പറയുന്നത്. ലാറ്റിസ് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഇവിടെ സംഭവിച്ചു. ലാറ്റിസ് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ സംഭവിച്ചതിനോടൊപ്പം തന്നെ നമുക്കിവിടെ കൂടുതൽ ചാർജസിനെ കാണാം, പോസിറ്റീവ് ചാർജസിനെ. ശരിയല്ലേ? ഈ പോസിറ്റീവ് ചാർജ്, ദർ ഈസ് എ ലാർജ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഇവിടെ ഉണ്ടായെങ്കിൽ ഇവിടെ എല്ലാം ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടക്ടേഴ്സിൻ്റെ കൺസിഡറേഷനാണ്. നമ്മൾ ഒരു ഇലക്ട്രോൺ വരയ്ക്കുന്നു പറഞ്ഞിട്ട് ഒരെണ്ണം മാത്രമല്ല, ന്യൂമറസ് നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ഇലക്ട്രോൺസ് ആർ ദെയർ. അപ്പം ഇവിടെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കാരണം നെയ്ബറിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണെ, തൊട്ടടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണെ എന്ത് ചെയ്യും? ദേ വിൽ അട്രാക്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ അടുത്തിരിക്കുന്ന ഇയാളാണെന്ന് വിചാരിക്കാം. ഡ്യൂ ടു ദിസ് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി, ഈ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണെ അങ്ങ് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ഇവിടെ എത്തി. ഈ അട്രാക്ട് ചെയ്ത ഈ ഇലക്ട്രോണും ഇവരും ഒരു പെയറായിട്ട് അങ്ങ് രൂപപ്പെടും. ഈ ഇലക്ട്രോണും കൂടെ ഒരു പെയറായിട്ട് ഇവിടെ രൂപപ്പെടും. ദിസ് പെയർ ഈസ് കോൾഡ് ദ കൂപ്പർ പെയർ. ഈ പെയറിനെയാണ് നമ്മൾ കൂപ്പർ പെയർസ്. അപ്പോൾ കൂപ്പർ പെയർസിൻ്റെ ഏകദേശം ഡിസ്റ്റൻസ് 1000 ആങ്സ്ട്രം എന്നാണ് പറയുന്നത്. 1000 ആങ്സ്ട്രം. അപ്പം ഇവിടെ ഒരു കൂപ്പർ പെയർ രൂപപ്പെട്ടു. ഇനി ഈ കൂപ്പർ പെയറുകളാണ് സൂപ്പർ ഫ്ലൂയിഡ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇവന്മാരാണ് എന്തിന് കാരണം? ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. BCS തിയറി മീൻസ് ഇസ് ദ മൈക്രോസ്കോപ്പിക് എക്സ്പ്ലനേഷൻ ഫോർ സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇവർ പറയുന്നത് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണം ആരാണ്? കൂപ്പർ പെയറുകളാണ്. എങ്ങനെ കൂപ്പർ പെയറുകൾ ഫോം ചെയ്യുന്നു? ഹൗ കൂപ്പർ പെയർസ് ആർ ഫോംഡ് വെൻ ഇലക്ട്രോൺസ് പാസസ് ത്രൂ എ പോസിറ്റീവ് അയോൺസ്, അല്ലെങ്കിൽ ലാറ്റിസിലൂടെ, പോസിറ്റീവ് ലാറ്റിസിലൂടെ ഇലക്ട്രോൺസ് കടന്നു പോകുമ്പം ഈ ഇലക്ട്രോൺസിനെ പോസിറ്റീവ്ലി ചാർജ് അയോൺസ് അട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് മീൻസ് ലാറ്റിസ് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ അട്രാക്ഷൻ കാരണം വളരെ ഹ്യൂജ് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി അവിടെ രൂപപ്പെട്ടു. ശരിയല്ലേ? ഈ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കാരണം തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് ഇലക്ട്രോൺസിനെ ഇത് അട്രാക്റ്റ് ചെയ്യും. അപ്പം ഈ ഇലക്ട്രോണും ഇവിടെയുള്ള ഇലക്ട്രോണും കൂടെ ഒരു പെയർ രൂപപ്പെട്ടു. വി കോൾ ഇറ്റ് ആസ് ദ കൂപ്പർ പെയർ. ഈ പെയറിനെ വിളിച്ച പേരാണെന്ത്? കൂപ്പർ പെയർ. അങ്ങനെ കൂപ്പർ പെയേഴ്സ് ധാരാളം ഉണ്ടാവും. ധാരാളം കൂപ്പർ പെയർസ് ഇതുപോലെ തന്നെ ഫോം ചെയ്യും. ഈ കൂപ്പർ പെയറുകളെല്ലാമാണ് എന്തിന് കാരണം? സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക്. അപ്പോഴും വീണ്ടും എക്സ്പ്ലനേഷൻ തീർന്നില്ല. എന്തുകൊണ്ട് കൂപ്പർ പെയറുകൾക്ക് ഇതിനെ പറ്റുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ മാത്രം സാധിക്കാത്തത് എന്തുകൊണ്ട് 2 ഇലക്ട്രോൺസിന് സാധിക്കുന്നുണ്ട്? അങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത് ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പഠിക്കും. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫെർമി ഡിറാക്, ബോസ് ഐൻസ്റ്റീൻ, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിക്കും. ഓരോ കാറ്റഗറീസിൽ പഠിക്കുമ്പോൾ ഇലക്ട്രോൺസ് വരുന്നത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ഇലക്ട്രോൺസ് സിംഗിൾ ഇലക്ട്രോൺ. അപ്പം ഈ ഇലക്ട്രോൺ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. നോ ടു ഇലക്ട്രോൺസ് ക്യാൻ ഓക്കുപൈ ഇൻ എ സിംഗിൾ ക്വാണ്ടം സ്റ്റേറ്റ് എന്നുള്ള കണ്ടീഷൻ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ് ഫെർമിയോൺസ്. സിംഗിൾ ഇലക്ട്രോൺ ഫെർമിയോൺ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. എന്നാൽ കൂപ്പർ പെയറുകൾ ബോസോൺ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇവന്മാർ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? ഈ പറയുന്ന നമ്മുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്ത ആൾക്കാരാണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും ലോവർ മോസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പം പോയിന്റുകൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. BCS തിയറിയിൽ കൂപ്പർ പെയറുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ട് കൂപ്പർ പെയറുകൾക്ക് ഇങ്ങനെ സാധിക്കുന്നു ചോദിച്ചാൽ സിംഗിൾ ഇലക്ട്രോൺസ് ഫെർമിയോൺ കാറ്റഗറിയിലാണ്, എന്നാൽ കൂപ്പർ പെയറുകൾ ബോസോൺ കാറ്റഗറിയിലാണ്. ബോസോൺസിൻ്റെ പ്രത്യേകത പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്ത ആൾക്കാരാണ്. ദേ ക്യാൻ അച്ചീവ് ദ ലോവർ മോസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വളരെ മൈന്യൂട്ട് ലെവലിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന ഇതായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോൺസ്. അപ്പോൾ ടെമ്പറേച്ചർ കാരണം ഒരു വൈബ്രേഷൻ ആണെന്ന് വിചാരിക്കുക. ഏറ്റവും ലോവർ മോസ്റ്റ് ടെമ്പറേച്ചറിൽ പോകുമ്പോൾ എന്തായിരിക്കും?
ഒരു ലോവർ മോസ്റ്റ് ടെമ്പറേച്ചർ, അതായത് നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വളരെ ഒരു ഉത്സവ പറമ്പിൽ പോവാം, ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് നമ്മൾ നടന്നു പോവാം. നമ്മൾ ഇലക്ട്രോൺ എന്ന് വിചാരിക്കാം. നമ്മൾ നടന്നു പോകുമ്പം ആരെയും മുട്ടാതെയും തട്ടാതെ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല, വളരെ ഡിഫിക്കൽട്ടാണ്. നല്ല വണ്ണമുള്ള ആളാണെങ്കിൽ ഡിഫിക്കൽട്ടി കൂടുതലായിരിക്കും. വളരെ മെലിഞ്ഞ ആളാണെങ്കിൽ മേ ബി ദർ ഈസ് എ ചാൻസ്. അങ്ങനെ പറഞ്ഞൂടെ? അതേപോലെ ലോവർ മോസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ കൂടുതലായിട്ടിരിക്കുമ്പോൾ എന്താ, വൈബ്രേഷൻസ് കൂടും, തൊട്ടടുത്തുള്ള ഇലക്ട്രോൺസായിട്ട് ഇൻട്രാക്ഷൻ നടക്കാൻ അല്ലെങ്കിൽ കൊളീഷൻ നടക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ലോവർ മോസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ എത്തുന്ന ഇലക്ട്രോണോ അത് ഏകദേശം അതിന് വിത്തൗട്ട് വൈബ്രേഷൻസ് ഇല്ലാന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു കണ്ടീഷൻ ഫോം ചെയ്യുന്ന ഈ കൂപ്പർ പെയറുകൾ എന്ത് ചെയ്യാം, ഈസിലി അതിനെ മൂവ് ചെയ്ത് പോകാം. അവയ്ക്ക് റെസിസ്റ്റൻസ് ഇല്ല. അവയാണ് എന്തിന് കാരണം? സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണം. അതുപോലെ പ്രത്യേകത, ഇവന്മാർ വളരെ ലോവർ എനർജി ഉള്ള ഇക്വിലിബ്രിയത്തിലാണ് ഈ ഒരു സ്റ്റേറ്റിൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വിട്ട് കട്ടുകുമണി വ്യത്യാസത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കൂപ്പർ പെയറുകൾ നഷ്ടപ്പെട്ടു പോകും, ഇത് ഡിസ്ട്രോയ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ടെമ്പറേച്ചർ മാത്രമല്ല ഫീൽഡുകളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് കൊണ്ടുവച്ചു, ഫീൽഡുകൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അവിടെ കൂപ്പർ പെയറുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയത്. ഓർത്തിരിക്കാം. അപ്പം BCS തിയറി നമുക്ക് പോയിന്റ് വൈസ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെ പറയാം? BCS തിയറി ഈസ് ദ മൈക്രോസ്കോപ്പിക് എക്സ്പ്ലനേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇൻ BCS തിയറിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണം ആരാണ്? കൂപ്പർ പെയർസ് ആണ്, അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡ്സ് ആണ്. കൂപ്പർ പെയറുകൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഫ്ലൂയിഡ്സ്. എങ്ങനെയാണ് കൂപ്പർ പെയറുകൾ ഫോം ചെയ്യുക? വെൻ ഇലക്ട്രോൺസ് പാസസ് ത്രൂ പോസിറ്റീവ് ലാറ്റീസ്, ഇലക്ട്രോണുകൾ പോസിറ്റീവ് ലാറ്റീസിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ഈ ലാറ്റീസ് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ കാരണം ദർ ഈസ് എ ലാർജ് പോസിറ്റീവ്, ഇവിടെ കുറേ പോസിറ്റീവ് ചാർജസിനെ കണ്ടോ, പിന്നെ കൂട്ടം കൂടി. ഈ ഡ്യൂ ടു ദീസ് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഒരു നെയ്ബറിംഗ് ഇലക്ട്രോൺസിനെ അത് അട്രാക്ട് ചെയ്യും. ഇറ്റ് ഫോംസ് എ പെയർ, വി കോൾ ഇറ്റ് ആസ് കൂപ്പർ പെയർ. ഏകദേശം അതിൻ്റെ ഡിസ്റ്റൻസ് ഒരു 1000 ആങ്സ്ട്രോം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ കൂപ്പർ പെയറുകളുടെ പ്രത്യേകത, ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? സിംഗിൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഫെർമിയോൺ കാറ്റഗറി. യെസ്. കൂപ്പർ പെയർസോ? ബോസോൺ കാറ്റഗറി. അപ്പോൾ ബോസോൺ കാറ്റഗറിയിൽ വരുന്ന ഇവർക്ക് ഏറ്റവും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൂടി അത് ഒബേ ചെയ്യുന്നില്ല. ദെയർഫോർ ദേ ക്യാൻ അച്ചീവ് ദ ലോവർ മോസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. അങ്ങനെ അവയ്ക്ക് ഈസിലി അതിനെ മൂവ് ചെയ്ത് പോകാം.